വൈകുന്നേരത്തെ കാപ്പൂഴി കഴിഞ്ഞപ്പോൾ അവന് പുറത്തിറങ്ങണം. എന്നാട്ടെ നമുക്ക് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് നല്ല ചെരുപ്പൊക്കെ ഇടുവാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം പുറത്തുകൂടെയൊക്കെ നടക്കുന്നതാണ് സന്ധ്യ ആകുമ്പോൾ. പക്ഷേ കൊതുകടി കൊള്ളുമ്പോൾ പുള്ളി തന്നെ ഓടി കയറിക്കൊള്ളും. അതുപോലെ കൊതുക് കേട്ടോ, തല മുതൽ അടി വരെ. അയ്യോ, കൊതുക് കൊന്ന് നമ്മളെ ശരിയാക്കും കുത്തി. രാത്രിയായാലോ അതിൽ ശല്യം. അങ്ങനെ എന്നെ വിളിക്കാൻ, വാ അമ്മ കളിക്കാന്ന് പറഞ്ഞു. കുറച്ച് സമയമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് ഓടിക്കളിച്ച് മടുക്കുമ്പോൾ അങ്ങ് കയറും കേട്ടോ. ഇത് പതിവുള്ളതാണ്. പിന്നെ അവന് മുഷിപ്പല്ലേ, ഞാൻ പിന്നെ അവനോട് കളിക്കും, വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ താണ്ട് കുറച്ച് നേരമൊക്കെ മുറ്റത്തൂടെയൊക്കെ നടന്ന് കാക്ക പൂച്ച അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി കുറേ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കട്ടോ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പം ആദ്യക്കുട്ടൻ അംഗനവാടിയിലൊക്കെ പോകാറായി, വലിയ ചെക്കനായി പോയി. എന്നാ ചെയ്യാൻ, ഇതാന്ന് പറയുന്ന പോലാണ് ചെക്കനൊക്കെ വളർന്നത്. അങ്ങനെ താണ്ട് തിരിച്ച് പുള്ളി അകത്ത് കയറാണ് കേട്ടോ. നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാനിപ്പോൾ പറഞ്ഞ കൊതുകിൻ്റെ ബാക്കിയാണ്. കൊതുക് വലയാണ് കേട്ടോ. രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ കൊതുകാണ്. അപ്പോൾ അത് തുറന്ന് പുള്ളിക്ക് നോക്കണം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവനെ അതിനകത്ത് കിടത്തിയിട്ട് കാണിക്കാം കേട്ടോ. സംഭവം കൊള്ളാം, പക്ഷേ നല്ല റിവ്യൂ ഒക്കെ കണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അത്യാവശ്യം വലിയ ബെഡിൻ്റെ സൈസാണ്, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടോ, വാഷിംഗ് മെഷീനാന്ന് പറഞ്ഞ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ്റെ കളിപ്പാട്ടൊക്കെ അതിനകത്തിട്ട് കറക്കാണ്. വാഷിംഗ് മെഷീനകത്ത് എല്ലാ സാധനവും കൊണ്ടുവരും കേട്ടോ. ഇത് അവൻ്റെ ഒരു ഹോബിയാണ്, എന്നാന്ന് എനിക്ക് അറിയത്തില്ലേ. അവന് വാഷിംഗ് മെഷീൻ പറഞ്ഞാൽ ചത്ത് കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. കഴിഞ്ഞു പോയല്ലോ. കുറച്ച് പൊറോട്ടയും ഇച്ചിരി ബീഫും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അവനൊന്നും കഴിച്ചില്ല, അവൻ ചോറ് കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ താണ്ടെ ഞങ്ങളൊരു ബാറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ആശാൻ കിടന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൊതുകുവല. എൻ്റെ പൊന്നോ, ഇനിയെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങാമെന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ. പിന്നെ വേഗം തന്നെ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ, കാരണം തലേദിവസം ഉറങ്ങിയില്ലേ, അതാണ് കാര്യം. ഓക്കെ, ബൈ.